ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ വിഷുവിന് വേണ്ടിയിട്ട് ദേവുനി അമ്പാടിനും കൃഷ്ണനെ പോലെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ തലയിൽ കൃഷ്ണൻ്റെ തലയിൽ വെക്കാനായിട്ട് കിരീടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഷാള് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുടി മെടഞ്ഞ് കെട്ടുന്ന പോലെ തന്നെ ഷാള് ഉപയോഗിച്ച് തന്നെ കെട്ടുക. അങ്ങനെ കെട്ടിയിട്ട് നമ്മൾ തലയിൽ ചുറ്റും ഇങ്ങനെ തുണി കൊണ്ട് വെക്കില്ല, ആ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷാള് ഇങ്ങനെ നമ്മുടെ തലമുടി മെടയണ പോലെ തന്നെ ഇങ്ങനെ മെടഞ്ഞ് എത്ര വലിപ്പമാണോ വേണ്ടത് അതനുസരിച്ച് നീളത്തിന് മെടയുക. അതിൻ്റെ ലാസ്റ്റ് ഭാഗം വന്നിട്ട് ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കളറ് മാത്രം വെക്കുക. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറിൽ ഉള്ളിലോട്ടാക്കിയിട്ട് ക്രീം കളറ് മാത്രം കുറച്ച് നീട്ടി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. പിന്നെ നമ്മൾ അമ്പാടിനെ ആട്ടോ ഫസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ അമ്പാടിൻ്റെ മുഖത്ത് ക്രീമൊക്കെ തേച്ചിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തൊക്കെ അവനെ റെഡിയാക്കുകയാണ്. ആദ്യം ഫേസ് റെഡിയാക്കിയിട്ട് നമുക്ക് ഡ്രസ്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണെഴുതുന്നതിന് അവനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ പൊട്ടൊക്കെ വരച്ച് റെഡിയാക്കുകയാണ്. അവൻ ഭയങ്കര വികൃതിയാട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ അങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് കളിച്ച് പൊട്ടിൻ്റെ ഷേപ്പൊക്കെ മാറി. ലാസ്റ്റ് ഒരു വിധത്തിലൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവൻ ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷാൾ എടുത്തിട്ട് മറ്റേ കാലിൻ്റെ അവിടെ ഉടയാട പോലെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഷാൾ എടുത്തിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കൂട്ടി കെട്ടി ബാക്കി വരുന്ന പീസ് കാലിൻ്റെ ഇടയിലൂടെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് ശരിയാവുക കേട്ടോ. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പറയണ പോലെയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അവൻ കണ്ട തിരിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ തിരികെ വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉടയാട ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അവൻ ചാടി കളിക്കുകയാണ്. അപ്പോൾ അവന് വേറൊരു തുണി ഇങ്ങനെ നീളൊരു കസവ് പോലെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഷാള് പോലെ ഇങ്ങനെ മടക്കിയിട്ട് അതിന് അരയ്ക്ക് ചുറ്റും വേറൊരു ഷാളും കൂടി വേണം കേട്ടോ. അപ്പോൾ മൊത്തം ഒരു 5 ഷാൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അവന് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേവുൻ്റെ 2 മാല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നെക്ലേസ് പോലെയൊക്കെ മാല ഉണ്ട്, അതൊക്കെ ഇട്ട് അവനെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു വിധത്തിലാക്കി എടുത്തത്. ലാസ്റ്റ് നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഷാളും കൂടി എടുത്തിട്ട് അവൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോകുന്നുണ്ട്, ഭയങ്കര ലൂസാണത് ചെറുതായിട്ട്. എന്നിട്ട് മയിൽപ്പീലിയൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദേവനും കൂടി റെഡിയാക്കിയിട്ട് 2 പേരുടെയും ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ.